എല്ലാവർക്കും നമസ്കാരം. എല്ലാ വർഷവും ജൂലൈ 27 വേൾഡ് ഹെഡ് ആൻഡ് നെക്ക് ക്യാൻസർ ഡേ ആയിട്ടാണ് ആചരിക്കുന്നത്. ഹെഡ് ആൻഡ് നെക്ക് ക്യാൻസറിനെ കുറിച്ച് ആളുകളിൽ അവബോധം ഉണ്ടാക്കുകയും അതുപോലെ തന്നെ ഹെഡ് ആൻഡ് നെക്ക് ക്യാൻസറുകളെ എങ്ങനെ നമുക്ക് സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ തന്നെ കണ്ടുപിടിക്കാമെന്നതിനെ കുറിച്ചും ഈ അസുഖങ്ങൾ വരാതിരിക്കാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടതിനെ കുറിച്ചും ആളുകൾക്കിടയിൽ ഒരു ബോധവൽക്കരണം ഉണ്ടാക്കുക എന്നതാണ് ഈ ദിവസം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. യങ് ജനറേഷൻ ആയിട്ടുള്ള ആളുകളിൽ വളരെ പോപ്പുലറൈസ് ആയിട്ടുള്ള വേപ്പിംഗ്, അതായത് ഇലക്ട്രോണിക് നിക്കോട്ടിൻ ഡെലിവറി സിസ്റ്റത്തെ കുറിച്ചാണ്. വേപ്പിംഗ് ഒരു സ്മോക്കിങ്ങിന് ഒരു സേഫർ ഓൾട്ടർനേറ്റീവ് ആയിട്ടാണ് എല്ലാവരും കരുതുന്നത്. ആ ഒരു വിശ്വാസത്തിലാണ് എല്ലാവരും ഇത് യൂസ് ചെയ്യുന്നത്. എന്നാൽ വേപ്പിംഗ് സേഫ് ആണോ? 1920 മുതൽ 1960 വരെയാണ് സ്മോക്കിങ്ങിന്റെ ഗോൾഡൻ ഏജ് പീരീഡ് എന്ന് പറയുന്നത്. അന്ന് ഡോക്ടേഴ്സ് വരെ സ്മോക്കിംഗ് എൻഡോസ് ചെയ്യുമായിരുന്നു. അതിനുശേഷം 1950s ആദ്യത്തെ ലാൻഡ്മാർക്ക് സ്റ്റഡി വന്നത്, അതായത് സ്മോക്കിംഗ് ലങ് ക്യാൻസർ ഉണ്ടാക്കുമെന്നത്. ഇന്ന് നമുക്കറിയാം സ്മോക്കിംഗ് ഹെഡ് ആൻഡ് ക്യാൻസർ മാത്രമല്ല, ശരീരത്തിന്റെ പല ഭാഗത്തു നിന്നുള്ള ക്യാൻസർ ഉണ്ടാകാനുള്ള ഒരു കാരണമാണ്. വേപ്പിംഗ് ഏകദേശം 2010 ശേഷമാണ് വളരെയധികം വൈഡ് സ്പ്രെഡ് ആയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിന്റെ കോംപ്ലിക്കേഷനെ കുറിച്ചും ഇതിന്റെ സൈഡ് എഫക്ട്സിനെ കുറിച്ചുമുള്ള നോളജ് വളരെ പരിമിതമാണ്. എന്നാലും റീസെന്റ് സ്റ്റഡീസ് എല്ലാം കാണിക്കുന്നത് വേപ്പിംഗ് എയറോസോളില് കാർസിനോജനിക്, അതായത് ക്യാൻസർ ഉണ്ടാക്കുന്ന പദാർത്ഥങ്ങളായ അസറ്റാൽഡിഹൈഡ്, ഫോമാൽഡിഹൈഡ് എന്ന രാസവസ്തുക്കളുണ്ട്. അതുപോലെ തന്നെ ഇതിന്റെ എയറോസോളിൽ ഹെവി മെറ്റൽസ് ഉണ്ട്. അതുപോലെ തന്നെ ഇത് DNA ഡാമേജും അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ ക്രോണിക് ആയിട്ടുള്ള ഇൻഫ്ലമേഷൻസ് എല്ലാം ഉണ്ടാക്കും. ഇതെല്ലാം ക്യാൻസർ ഉണ്ടാക്കാനുള്ള ഒരു കാരണമാണ്. അതുപോലെ തന്നെ വേപ്പിംഗ് എയറോസോളിൽ ഏറ്റവും കൂടുതലായിട്ടുള്ള ഒരു പദാർത്ഥമാണ് നിക്കോട്ടിന്. നമുക്കെല്ലാം അറിയാം, മുമ്പ് നമ്മൾ വിചാരിച്ചിരുന്നത് നിക്കോട്ടിൻ ഒരു കാർസിനോജൻ അല്ല എന്നതാണ്. എന്നാൽ ഇപ്പോൾ പുതിയ സ്റ്റഡീസ് എല്ലാം കാണിക്കുന്നത് നിക്കോട്ടിൻ ക്യാൻസർ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു പദാർത്ഥമാണ്. എയറോസോളിൽ പിന്നെയുള്ള ഏറ്റവും കൂടുതലായിട്ടുള്ള ഒരു പദാർത്ഥമാണ് നിക്കോട്ടിൻ. നമ്മളെല്ലാം മുമ്പ് വിചാരിച്ചിരുന്നത് നിക്കോട്ടിൻ ക്യാൻസർ ഉണ്ടാക്കില്ല എന്നാണ് മുമ്പെല്ലാം നമ്മൾ കരുതിയിരുന്നത്. എന്നാൽ പുതിയ പഠനങ്ങൾ കാണിക്കുന്നത് നിക്കോട്ടിൻ ക്യാൻസർ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു സബ്സ്റ്റൻസ് ആണ്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് വേപ്പിംഗ് ഒരിക്കലും സ്മോക്കിങ്ങിന് ഒരു സേഫർ ഓൾട്ടർനേറ്റീവ് അല്ല. അതുപോലെ തന്നെ സിഗരറ്റ് സ്മോക്കിംഗ് പോലെ തന്നെ വേപ്പിങ്ങിൽ നിക്കോട്ടിൻ ഉള്ളത് കാരണത്താൽ, നിക്കോട്ടിൻ നമുക്കറിയാം ഹൈലി അഡിക്റ്റീവ് ആയിട്ടൊരു സബ്സ്റ്റൻസ് ആണ്. അത് നമുക്ക് ക്വിറ്റ് ചെയ്യാനും വളരെയധികം ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നതാണ്. ഞാൻ ഈ പറഞ്ഞ കാര്യത്തിൽ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ താഴെയുള്ള കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക.